സക്രാരിയായി ഒരുക്കുകയാണിവിടെ മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ ഓർക്കുകയാണിവിടെ മനസ്സൊരു ഈശോ സ്വയം ഭോജ്യമാ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരുക്കിടാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊഴിയാകും തിരുമുൻപാകെ അണച്ചിടാം. ഗുരുവിൻ സ്നേഹമൊഴിയാകും തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മധ്യേനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മധ്യേനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മധ്യേനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുത്,
ദുഷ്ടാരൂപിയിൽ നീ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് നാൻ രാജ്യവും ശക്തിയും മഹത്വവും നയിക്കും അങ്ങയുടേതാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മരണം മൂലം വേർപെട്ടുപോയ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. മിശിഹായിൽ നിദ്ര പ്രാപിച്ചവരുടെ ഓർമ്മയാചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും. രാവും പകലും നിൻ സവിധേ നിലവിളിയെന്നുമുയർത്തുന്നേ. മമ രക്ഷകനും ദൈവവുമേ, യാചന കേൾക്കാൻ കനിയണമേ. എന്നാത്മാവും തനുവുമിതാ ദുരിതച്ചുഴിയിൽ താഴുന്നു. ശിയോലിനുടയാഴത്തിൻ നിപതിക്കുകയായൻ ജീവൻ. നിൻമഹിതാത്ഭുതമെന്നാഥ ഇരുളിൽ പോലും വെളിവാകും. വിശ്രുതിയും നിന്നുടെ നീതി വിളങ്ങിടും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നനുമാരാ
Ashinke stakiai sid veskar kesal matbhavak Mariam la kumara kollan maudenan aulagisho Mishiha Shabahinan Adatu Nagmanagpagara Vatu Parokata Vadinavushasan എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ നയിക്കും. Kandisha alaha Kandisha hailsana Kandisha lamayusa Yesaraham ale വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, നിങ്ങളിരുന്ന ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഉൽപ്പത്തി പുസ്തകത്തിലുള്ള വായന ഗുരു ആശീർവദിക്കണമേ. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. യാക്കോബ് അവരോട് ആവശ്യപ്പെട്ടു, ഞാൻ എൻ്റെ ആളുകളോട് ചേരുകയായി ഹിത്തനായ എഫ്രോണിൻ്റെ വയലിലുള്ള ഗുഹയിൽ എൻ്റെ പിതാക്കന്മാരുടെ അടുത്ത് എന്നെയും അടക്കുക. മാമ്രയ്ക്ക് കിഴക്ക് കാനാൻ ദേശത്തുള്ള
മക്ഫലായിലെ വയലിലാണ് ആ ഗുഹ. ശ്മശാന ഭൂമിക്ക് വേണ്ടി ഹിത്തനായ എഫ്രോണിൽ നിന്ന് അബ്രാഹാം അവകാശമായി വാങ്ങിയതാണ് ആ വയലും ഗുഹയും. അബ്രാഹത്തെയും ഭാര്യ സാറായെയും അവിടെയാണ് അവർ അടക്കം ചെയ്തത്. അവിടെ തന്നെയാണ് ഇസ്ഹാക്കിനെയും ഭാര്യ റബേക്കയെയും സംസ്കരിച്ചത്. ഞാൻ ലേയായെ സംസ്കരിച്ചതും അവിടെ തന്നെ. വയലും അതിലുള്ള ഗുഹയും ഹിത്യരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. തനിക്ക് പറയാനുണ്ടായിരുന്നത് പറഞ്ഞു തീർന്നപ്പോൾ യാക്കോബ് കിടക്കയിലേക്ക് ചാഞ്ഞു. അവൻ അന്ത്യശ്വാസം വലിച്ച് തൻ്റെ ജനത്തോട് ചേർന്നു. ശൂറായി ആലപിക്കുവാനായി നിങ്ങൾ എഴുന്നേൽക്കുവിൻ. നവമൊരു സൃഷ്ടിക്കാം നിന്നുടെ റൂഹായേ ഭൂവിലയക്കുക നീ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ മൃതരാം സോദരവൃന്ദത്തിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം എന്നീ വേദികയിൽ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ മൃതരാം സോദരവൃന്ദത്തിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം എന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ മൃതരാം സോദരവൃന്ദത്തിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം എന്നീ വേദികയിൽ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ മൃതരാം സോദരവൃന്ദത്തിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം എന്നീ വേദികയിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങൾ ഫലമണയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരി പൗലോസിനെ കൊറിന്തോസിനെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതായി മിശിഹ പ്രഘോഷിക്കപ്പെടുന്നെങ്കിൽ മരിച്ചവരുടെ ഉദ്ധാനമില്ലെന്ന് നിങ്ങൾ ചിലർ പറയുന്നത് എങ്ങനെ?
മരിച്ചവരുടെ സ്ഥാനമില്ലെങ്കിൽ മിശിഹായും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. മിശിഹ ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രഘോഷണവും നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. മാത്രമല്ല, ദൈവത്തിൻ്റെ കപട സാക്ഷികളായി നിങ്ങൾ കാണപ്പെടും. കാരണം മിശിഹായെ അവൻ ഉയർപ്പിച്ചുവെന്ന ദൈവത്തെപ്പറ്റി ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തി. എന്തെന്നാൽ വാസ്തവത്തിൽ മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ മിശിഹ ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. മിശിഹ ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്. നിങ്ങളിപ്പോഴും നിങ്ങളുടെ പാപങ്ങൾ തന്നെയാണ്. മാത്രമല്ല, മിശിഹായിൽ നിദ്ര പ്രാപിച്ചവർ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം മിശിഹായിൽ നാം പ്രത്യാശ വെച്ചവരാണെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെക്കാൾ ദയനീയരത്രേ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം നിങ്ങളോട് കൂടെ. യോഹന്നാൻ ശ്ലീഹ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാകുന്നു. അപ്പോൾ ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. ഭക്ഷിക്കാൻ നമുക്ക് തൻ്റെ ശരീരം നൽകാൻ ഇവനെങ്ങനെ കഴിയുമെന്നവർ ചോദിച്ചു. ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിൽ ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. ഈശോയിൽ ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സുവിശേഷത്തിൽ നമ്മൾ കേട്ടതുപോലെയും പഴയ നിയമത്തിലും ലേഖനത്തിലും നമ്മൾ ശ്രദ്ധിച്ചത് മരണവും നിത്യജീവനുമായി ബന്ധപ്പെട്ട തിരുവചന ഭാഗങ്ങളാണ്. നമ്മളെല്ലാവരും വിശ്വാസ പ്രമാണത്തിൽ ആവർത്തിച്ച് ചൊല്ലുന്ന പോലെ മരണത്തിലും നിത്യമായ ജീവിതത്തിലും വിശ്വസിക്കുന്നവരായതുകൊണ്ടാണ് നമുക്കെല്ലാം പ്രിയപ്പെട്ട അച്ചായൻ്റെ 1-ാം ചരമവാർഷികത്തിൽ നമ്മൾ ഈ ദേവാലയത്തിൽ വരികയും ഈ പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിലുമൊക്കെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മൾ പരമ്പരാഗതമായി അചഞ്ചലമായി വിശ്വസിക്കുകയാണ്, സ്വർഗത്തിൽ നിന്ന് വന്ന നമ്മളെല്ലാവരും സ്വർഗത്തിൽ എത്തിച്ചേരുമ്പോൾ നമ്മൾ പ്രിയപ്പെട്ട അച്ചായനെയും ഈ കുടുംബത്തിൽ നിന്ന് വേർപെട്ടു പോയ 2 മക്കളെയും ഒക്കെ നമ്മൾ സ്വർഗത്തിൽ ഒന്നിച്ച് കാണുമെന്ന് നമ്മൾ വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ വിശ്വാസം പൂർണ്ണമാവുക എന്ന് നമുക്കറിയാം. ഈ വിശ്വാസം എത്രയോ വിലയുള്ളതാണ്, സജീവമാണ് എന്നാണ് നമ്മൾ ഓർമ്മിക്കുക. നമുക്ക് ദൈവത്തിൽ പ്രത്യേകം നന്ദി പറയാം. ഈ ദിവസം വളരെ നല്ല ഒരു കുടുംബജീവിതം നയിച്ച പ്രിയപ്പെട്ട അച്ചായൻ എത്രയോ ക്രിസ്തീയമായ ജീവിതത്തിലൂടെ കടന്നുപോയി. നല്ല 6 മക്കൾ, അവരിൽ 2 പേര് ദൈവവേലയിലായിട്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നു. മറ്റു മക്കളൊക്കെ നല്ല ക്രിസ്തീയ ജീവിതം നയിക്കുന്നു. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കുക, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ബലവും ശക്തിയുമൊക്കെയാണ് നമ്മൾ കാണുക. ഞാൻ ഇന്നലെ വീട്ടിൽ പോയി അമ്മച്ചിയെയും പെങ്ങളെയും ഒക്കെ കണ്ട് സംസാരിക്കുമ്പോൾ
എന്തൊരു സന്തോഷത്തോടു കൂടിയാണെന്നറിയാമോ അവർ ജീവിതത്തെപ്പറ്റിയും സഹനത്തെപ്പറ്റിയും ദൈവവിശ്വാസത്തെപ്പറ്റിയും ഒക്കെ പങ്കുവെച്ചത്. അവരോടൊക്കെ വർത്തമാനം പറയുമ്പോൾ തന്നെ നമുക്കൊക്കെ വലിയ സന്തോഷവും വിശ്വാസവും ആഴവും ഒക്കെ കിട്ടുകയാണ് ചെയ്യുക. ഇപ്പോൾ ദൈവം നമുക്കെല്ലാവർക്കും ഓരോ ദൗത്യവുമായി ഈ ലോകത്തിലേക്ക് കടന്നു വിട്ടിരിക്കുകയാണ്. നമുക്കറിയാം, ദൈവത്തിന് എത്തിച്ചേരുന്നിടം വരെ നമ്മൾ ആ വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുകയും വിശ്വാസം കാത്തു സൂക്ഷിക്കുകയും അടുത്തവരിലേക്ക് അത് കൈമാറി കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം പൂർണ്ണമാവുക, ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ അർത്ഥം പൂർണ്ണമാവുക എന്ന് നമുക്കറിയുകയും ചെയ്യാം. ആ കാര്യത്തിൽ ചിന്തിക്കുമ്പോൾ ചായൻ്റെ ജീവിതം എത്രയോ നല്ല ജീവിതമായിരുന്നു ഞാൻ ഓർക്കുകയായിരുന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ദൈവം ഏറ്റവും ഇഷ്ടപ്പെട്ട ജീവിതാന്തസ്സുകളിൽ ഒന്ന് കുടുംബജീവിതമാണ്. സമർപ്പിത ജീവിതം പോലെ തന്നെ ഒരുപക്ഷെ ദൈവം ഇച്ചിലൂടെ കൂടുതൽ സ്നേഹിച്ചു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഈശോ വന്ന് പിറന്നത് ഒരു കുടുംബജീവിതത്തിലാണ്. ഒരു കുടുംബത്തിൽ വന്നു. ഈശോയുടെ ആദ്യത്തെ അത്ഭുതം തന്നെ ഒരു കുടുംബജീവിതത്തിൽ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ കുടുംബജീവിതക്കാരെയും കുടുംബത്തെയും ദൈവം ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല കുടുംബങ്ങളിൽ നിന്നാണ് നല്ല ദൈവവിളികൾ ഉണ്ടാവുക. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ബിജുവച്ചൻ്റെ കുടുംബവും അച്ചായൻ്റെയും അമ്മച്ചിയുടെയും ഒക്കെ ജീവിതവുമൊക്കെ എത്ര നല്ലതായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ജീവിതത്തിൻ്റെയും ഭൗതികമായ ഈ ലോകത്തിൻ്റെയും വിഷമങ്ങളോ സഹനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും ഇതിനൊക്കെ മുകളിൽ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ ജീവിതത്തെ കാണാനായിട്ടും സന്തോഷത്തോടുകൂടി ആയിരിക്കാൻ സാധിക്കുന്നത് നല്ല വിശ്വാസ കൈമാറ്റം കിട്ടിയ കുടുംബമായതുകൊണ്ടാണ്. ഞാൻ ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇത്രയും അച്ഛന്മാർ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ കുടുംബത്തോടും ബിജുവച്ചനോടും എല്ലാ സ്നേഹബന്ധം കൊണ്ട് മാത്രമാണ്. നല്ല ബന്ധങ്ങളും ഈ പറയപ്പെടുന്ന ദൈവത്തിൻ്റെ ദാനമാണ്. ഞാൻ ബിജുവച്ചനൊപ്പം പഠിച്ചു, ജോണിച്ചനൊപ്പം ഞങ്ങളെല്ലാം ഒന്നിച്ച് പഠിച്ച അച്ഛന്മാരാണ്. പക്ഷെ ഞങ്ങളുടെ ഏറ്റവും വലിയ സ്നേഹവും കൂട്ടായ്മയും ബന്ധവും ഒക്കെ ഇങ്ങനെ ഒന്നിച്ച് വല്ലപ്പോഴും ഒക്കെ കൂടുമ്പോൾ കാണിക്കുന്ന ഐക്യം കൊണ്ട് തന്നെയാണ്. ഞാൻ പ്രത്യേകമായിട്ട് ഈ അപ്പച്ചന് വേണ്ടിയും അപ്പച്ചൻ്റെ നിത്യശാന്തിക്ക് വേണ്ടിയും ഒപ്പം ദൈവത്തെങ്കിലേക്ക് നേരത്തെ പോയ പ്രിയപ്പെട്ട 2 മക്കളുടെയും ഓർമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ വർഷം ഇവിടെ വരാൻ സാധിച്ചിരുന്നു. പ്രത്യേകമായിട്ട് ഈ കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. നല്ല വിശ്വാസം ജീവിക്കുന്നു. പ്രത്യേകിച്ച് ആൻ്റണി സാറിനെ ഞാൻ ഓർക്കുന്നു. കഴിഞ്ഞ വർഷത്തെ തിരുനാളിന് നേതൃത്വം കൊടുത്തു. സോണിയെ ഞാൻ ഓർക്കുന്നു. അങ്ങനെ ഒരുപാട് ആത്മബന്ധങ്ങളുണ്ട് ഇവരോടെല്ലാവരോടുമായിട്ട്. ഞാൻ ദൈവത്തെ നന്ദിയോടുകൂടി ഓർക്കുകയും ഈ ദിവസത്തിൻ്റെ എല്ലാ കൃപാവരങ്ങളും വിശ്വാസത്തിൻ്റെ വളർച്ചയും ശക്തിയുമൊക്കെ എന്ന് നമുക്ക് കിട്ടട്ടെ എന്ന് വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സുവിശേഷത്തിൽ നമ്മൾ കേട്ട സ്വർഗത്തിൽ നിറങ്ങി വന്ന ഈശോ നമുക്കെന്നും ആത്മീയാഹാരമായിട്ട് വിശുദ്ധ കുർബാനയിലൂടെ നമ്മളെ വിശ്വാസത്തിൽ വളർത്തുന്നുണ്ട്. ആ വിശ്വാസത്തിൻ്റെ ഓർമ്മയിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ, വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈശോ എന്നും സ്വർഗത്തിലെത്തുന്നിടം വരെ നമ്മളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഈ കുടുംബങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ആശ്വാസവും സന്തോഷവും എന്നും ഉണ്ടാകട്ടെ എന്ന് ഞാൻ എല്ലാ അച്ഛന്മാരുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ശ്വാസത്തോട് പ്രതീക്ഷയോട് കൂടുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നുവെന്ന് അപേക്ഷിക്കാം. മാമോദീസ വഴി സ്വർഗ്ഗരാജ്യത്തിന് അവകാശങ്ങളാവുകയും മരണം വഴി ഞങ്ങൾ വേർപിരിയുകയും ചെയ്ത ഞങ്ങൾ സഹോദരങ്ങളെ നിത്യഭാഗത്തിൽ ചേർക്കണമെന്ന് ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസമാരിൽ അനുഗ്രഹിക്കണമെന്ന് മിശിഹായുടെ പീഡാനുഭവങ്ങളെ കുറിച്ച് മരിച്ചവരുടെ കടങ്ങൾ മോചിക്കുവാൻ കരുണയുണ്ടാകണമെന്ന് ഉദ്ധാനം പ്രതീക്ഷിച്ചു മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളെ മിശിഹായുടെ ഒരുക്കുന്ന മഹത്വത്തിൽ പങ്കുകാരാക്കണമെന്ന് മിശിഹായുടെ ശരീരത്തിനാൽ പരിപോഷിക്കപ്പെട്ടവരും മരണത്തെ പ്രാപിച്ചവരുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് സൂര്യനെ വെല്ലുന്ന ശോഭയോടെ ഞങ്ങൾ അവസാന വിധി ദിവസത്തിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ വരം തരണമെന്ന് ലോകാരംഭം മുതൽ നീതിമാന്മാർക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ ഞങ്ങളും എത്തിച്ചേരുവാൻ ഇടയാക്കണമെന്ന് മിശിഹായുടെ സമുഴുവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങൾ സഭയുടെ പിതാവ് തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് റഫായേൽ മെത്രാപ്പൊലീത്തായെ, ഞങ്ങളുടെ പിതാവ് മേലശ്വരമായ മാർ തോമസ് മെത്രാപ്പൊലീത്തായെ, മറ്റെല്ലാ
മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. അനന്തമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ഒരു ശാന്തി സമാധാനം ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് കർത്താവേ, നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാപരം ഞങ്ങളിൽ നിറയ്ക്കണമേ. മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കുകയും അവരെ നിത്യമഹത്വം അണിയിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായി സർവേശ്വരായി എന്നേക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈവനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലങ്കി നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്നും അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപരം യോഗ്യരാക്കണമേ. കരുണാദിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഞങ്ങളെ അങ്ങുമായും ബന്ധപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ദോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായി സർവേശ്വരായി എന്നേക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവനിടത്താൽ മുതലാവുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കോളട്ടെ.
സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീബായിൽ തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിതരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകവിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈഹികവും സാമ്പത്തികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ തന്നെ ശക്തനാക്കട്ടെ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രമാരും മേധാർത്ഥമാരും മെത്രാപുരത്തന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവാൻ വിശ്വാസിയുടെ കൃപയാൽ ഇവർ നമുക്ക് സഹായത്തിന് രക്ഷിക്കും. സ്വർഗ്ഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. ശ്രദ്ധിക്കണമേ എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുകയും അവിടുന്ന് സമൃദ്ധനാവുകയും ചെയ്യട്ടെ. ആവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം സഹോദരൻ സമാധാനം നൽകുന്നു. നമുക്കെല്ലാവർക്കും നാമത്തോടും ശുദ്ധിയോടുകൂടി നിങ്ങൾ ആദരപൂർവ്വം നിന്ന് എവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവാൻ വൈവിധ്യജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതനും മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സുഖത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ വികൃതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ
വികാര വിചാരങ്ങൾ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പോ സമാധാനം നമ്മോടുകൂടി. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വര അങ്ങയുടെ മുഖത്തിനും ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ട് നാലങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേക്കും വിട്ടാരാധിക്കുന്നു. അഗ്നിമേന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോപന്മാരോടും ശ്രാഭ്യന്മാരോടും ചേർന്ന നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കും. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. താവായ ദൈവമേ, സ്വർഗീണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. തീനന്മാർ ദുഗ്രാനേ ദഹസേ ദൗരാഗഗദലബ്ലൻ ബലലിയാദൻ ഹൗമസ്തലം ഹാബേ സ്കൽ അല്ലഹുമാലിദാബ്ദക്യാസാവ് ഗന്ധിശാസവാരി ഐനാവലശ്മയാലിവാസേ ദാബോ മിശംബഹാഉബാരഗ് വക്സായോ ലസൽമീദാവേമ ഹാനായി സാപഗ്രാദിൽ ദഹ്ലാപ്പൈകോൻ മസ്കസൈല ശുഖ അനാദഹത്തായി സൗവാഖോർ മന്നേഹ കൊലഗോ ഉഹാഹന അബ് അൽക്കാ സൗദിയുബാരഗ് യൗലഹോൻ വേമ ഹാനായി സദമദിൽ ദദിയാസക് ഹദത്ത ദഹലാപ് സാംഗി മസ്കസൈൽ ശുക്കാന ദഹതായി സൗവസ്ത മന്നേഹ കൊലഗോ ويمس مسكن سيناتون بشيم
ഔദൈലതുകുറാനെ ഹാദേവദൗദേ. കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയി ഞങ്ങളെ സമധരിക്കുകയും വ്രതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മുഖത്ത് മണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ്കോസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റഫായേൽ മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനും പിതാവുമായ മാർ തോമസ് മെത്രാപ്പോലീത്തായ്ക്കും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും ബന്ധകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിനമാമിതം വർദ്ധിച്ചു നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേറെ പിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനും യോഗ്യനായി എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവെ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തി നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും ഞങ്ങളുടെ പ്രിയപുത്രനായ ഈശോ മിശിഹാ അങ്ങ് തന്നെ അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരായണന്മാർ, മിത്രാന്മാർ, ശംശാനന്മാർ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. ഇളയവരും ബലഹീനരും ക്ലേശത്തിനുമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിനവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. Nesema Ruhak Kandisha നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും എന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനെയും സ്നേഹവും ആ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ മൂല്യരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും എന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്തവണ്ണം എന്നോട്
തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചുകളയണമേ. പ്രാർത്ഥനകളും അങ്ങേ പ്രസാദിപ്പിക്കുമാറാകട്ടെ. കർത്താവായ ദൈവമേ, പാപമാലിന്യങ്ങൾ കഴി അങ്ങയുടെ സ്നേഹത്തിന്റെ ദൈവമായ പെരുമളത്താൽ എന്നെ പൂരിതനാക്കണം. എഴുതെറ്റിപ്പോയി ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ലയിടയായ എനിക്കറിയാവുന്ന അറിഞ്ഞുകൂടാത്തതുമായ എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോട് പൊറുക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനവും വിശുദ്ധവുമായ ബലിപീഠത്തിലുള്ള ഈ ശുശ്രൂഷയെ വിശുദ്ധിയുടെ പെരുമളത്താൽ പൂരിതമാക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തെ വിശുദ്ധിയുടെ പെരുമളത്താൽ പൂരിതമാക്കണമേ. സാദൃശ്യവുമോടുത്തെ സിംഹാസനവുമായ ബലിപീഠത്തെയും ഭാവമോചവുമായ തിരുശരീര രക്തങ്ങളെയും പരിമളപൂരിതമാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായി നിന്റെ തിരുനാമത്തിന് സ്തുതി. നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാത്മാവമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. വിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാരങ്ങളോട് സമീപിക്കാം. അനുതാപത്തോടെയും അപരാധത്തിനും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരങ്ങൾ ശംശം കൊണ്ട് നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാമോചനവും യാചിക്കുകയും ചെയ്യാം. Amen.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കരുണപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അതരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നദ്ധയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവതരം നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തി മതം. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. ജനത്തിനുള്ളതാകുന്നു സ്വർഗമണവാടാതിന്റെ ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. വിശ്വമിച്ചയുടെ കൃപാപരമോടുത്തെ കാരണത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. കമ്പൽ പകരദോറ ആമ്രായത വസ്താവ് കാസേബ് ഗൈമാനൂസ ബേസ് മൽകൂസ.
ഞങ്ങൾ ശരീരവും രക്തവും ഞങ്ങൾക്ക് ക്ഷാതി കാരണമാകാതെ കടങ്ങളെ പ്രതിക്കും പാവങ്ങളുടെ മോചനത്തിന് നിന്റെ സന്നദ്ധികൾ സന്തോഷിക്കുന്ന ദാനമാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിൽ പങ്കുചേരുവാൻ മർത്യരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി. ഞങ്ങളോട് കാണിച്ച വലിയ കൃപയെ പ്രതി അങ്ങയുടെ മഹനീയ നാമത്തിന് എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന് പ്രത്യാശയായ മെസ്സിഹായെ, അമർത്തിയുടെ വിശദമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധൻ സർവ്വവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലക്കുമാരും മനുഷ്യരും പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിൽ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളുടെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണം. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഘോഷിക്കുന്നു. മരണം മൂലം മരണത്തെ വിജയിച്ചവനാം മിശിഹായേ, ശാശ്വത ജീവൻ ഉറവിടമേ,
നിൻ തിരുനാമം മഹനീയം. നിന്നുടെ രക്തശരീരങ്ങൾ കൈക്കൊള്ളുന്നവരെല്ലാരും പാരിൽ മൃത്യു വരിച്ചാലും ജീവിച്ചിടും സ്വർഗത്തിൽ. അവരുടെ സ്മരണ ഉയർത്തിടുമേ. ബലിയിൽ ചേർന്നവരാം നിങ്ങൾ സ്വർഗോന്മുഖരായി ജീവിക്കാൻ കൃപയാലെന്നും നിറയട്ടെ. ജീവനെഴും തിരുസ്ലീവായ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ഇരിക്കാം. പുണ്യ പെരുന്തോട്ടത്ത് പിതാവ് നമുക്ക് ചെറിയ സന്ദേശം നൽകുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകം പിതാവിനെ ക്ഷണിക്കുന്നു. ഈശോമിശിഹായിൽ പ്രിയ ബഹുമാനോട്ടം ജീവിച്ച പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊറിയയിൽ റോഗശായൻ്റെ ചരമവാർഷികത്തിൽ പരിശുദ്ധ അർപ്പിച്ച് അദ്ദേഹത്തിന് പ്രാർത്ഥിക്കുന്നതിനായിട്ട് കുടുംബാംഗങ്ങളും മറ്റ് ബന്ധുമിത്രാദികളും ഒക്കെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണല്ലോ. ഒരു നല്ല ക്രിസ്തീയ കുടുംബത്തെക്കുറിച്ച് നമുക്കൊത്തിരി ആശ്വസിക്കാനും ആനന്ദിക്കാനും സന്തോഷിക്കാനും സാധിക്കും. കാരണം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് ഈ ലോകത്തിൽ ജീവിച്ച് കടന്നുപോയ നമ്മുടെ സഹോദരങ്ങൾ, മാതാപിതാക്കളാകാം, പൂർവികർ, സഹോദരങ്ങൾ, ബന്ധുക്കൾ ഒക്കെ ആകാം. അവരൊക്കെ ഈ ലോകത്തിൽ നല്ലൊരു ജീവിതം നയിച്ച് കടന്നു പോകുമ്പോൾ അവർ സ്വർഗത്തിലേക്കാണ് പോയിരിക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് ആശ്വാസം പകരുന്നതാണ്. അങ്ങനെ ആ സ്വർഗീയ കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ ഭവനത്തിൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന, നമ്മൾ എത്തിച്ചേരേണ്ട നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് അവരെത്തിയിരിക്കുന്നു. അങ്ങനെ സ്വർഗത്തിലും ഭൂമിയിലുമായിട്ട് കഴിയുന്ന ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ഓരോ കുടുംബവും എന്നുള്ള ചിന്ത നമുക്ക് ഒത്തിരിയധികം ആശ്വാസവും ശക്തിയും പകരും, പ്രത്യാശ പകരുന്നു. അതുപോലെ നമുക്കിന്ന് ഈ ഓർമ്മ, റോഗശായൻ്റെ ഓർമ്മ ആചരിക്കുമ്പോൾ ആ കുടുംബത്തിന് തീർച്ചയായിട്ടും ആ ഓർമ്മകൾ, നല്ല ഓർമ്മകൾ, ആശ്വാസം പകരുന്ന നല്ല ഓർമ്മകൾ പ്രദാനം ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. കാരണം അദ്ദേഹം ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ചു. അത് കുടുംബജീവിതത്തിലേക്കൊരു വിളിയായിരുന്നു. അങ്ങനെ നല്ലൊരു ദാമ്പത്യ ജീവിതം നയിച്ചു. ദീർഘകാലം ദൈവം നൽകിയ 6 മക്കൾ, അവരെ വളർത്താൻ വേണ്ടി ഒത്തിരിയധികം ത്യാഗപൂർവ്വം അധ്വാനിച്ചു, അവരെയൊക്കെ സ്നേഹിച്ചു. 2 മക്കളെ നേരത്തെ, ഒരാൾ വളരെ നേരത്തെയും ചെറുപ്പത്തിലെയും പിന്നെ അടുത്ത കാലത്ത് മരണമടഞ്ഞു. അതിൻ്റേതായ വേദനയും ബുദ്ധിമുട്ടുകളൊക്കെയുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തെ പുലർത്താൻ വേണ്ടി ഒത്തിരി അധ്വാനിച്ചിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. രാപകൽ എല്ലാ ദിവസവും അങ്ങനെ കഷ്ടപ്പെട്ടു മക്കളെ വളർത്തി. പക്ഷേ ആ കഷ്ടപ്പാടുകളെക്കുറിച്ചൊക്കെ അവർ പിന്നീട് ഓർക്കുമ്പോൾ അവർക്ക് സന്തോഷിക്കാനേ സാധിക്കുകയുള്ളൂ. മക്കളിൽ 2 പേര് ഒരാളും ബിജു അച്ഛന് ഒരു പുരോഹിതനായി ശ്രേഷ്ഠമായ ദിവ്യവിളി ലഭിച്ചു. മറ്റൊരു മകൾ ആൽഫോ ഒരു സന്യാസിനിയായിട്ട് ഉള്ള ദൈവവിളി സ്വീകരിച്ചു. അങ്ങനെ അതും വലിയൊരു ഭാഗ്യമാണ് ഒരു കുടുംബത്തെ സംബന്ധിച്ച്. തങ്ങളുടെ മക്കളെ ദൈവത്തിൻ്റെ വിളി കേൾക്കുവാനും തിരിച്ചറിയുവാനും അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കാനും ആ വിളിക്ക് ചെവി ഓർക്കാനും അതിനുവേണ്ടി സമർപ്പിക്കാനും ഒക്കെ
മക്കളെ വളർത്തുക, ആ തരത്തിലും അവരെ പരിശീലിപ്പിച്ച് വളർത്തുക എന്ന് പറയുന്നത് നല്ല മാതാപിതാക്കൾക്ക് ഇവിടെ ജീവിത സാക്ഷ്യമാണല്ലോ, നല്ലൊരു ജീവിത സാക്ഷ്യമാണത്. ആ രീതിയിലും കുടുംബം അനുഗ്രഹീതമായ ഒരു കുടുംബമാണ്. അദ്ദേഹം നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. ദേവാലയത്തിൽ എല്ലാ ദിവസവും തന്നെ ആരോഗ്യമുണ്ടായിരുന്നപ്പോൾ ദേവാലയത്തിൽ വരികയും അതുപോലെ തന്നെ ദേവാലയയുടെ വഴിയുടെ കാര്യങ്ങളിലൊക്കെ വളരെ താല്പര്യവും പങ്കുചേരുകയും ചെയ്തിരുന്നയാളാണ്. നമുക്കറിയാം, കഴിഞ്ഞ തലമുറയിൽപ്പെട്ടവർ അവരുടെ ജീവിതം എന്ന് പറയുമ്പം മിക്കവാറും എൻ്റെ സ്വന്തം കുടുംബവും കുടുംബത്തിലെ കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഇടവകയും ദേവാലയവും ഈ തമ്മിലുള്ള ആ ബന്ധം, ഈ രണ്ട് കാര്യങ്ങളെ ആധാരമാക്കിയുള്ള ഒരു ജീവിതമായിരുന്നു നമ്മുടെ പഴയ തലമുറയിൽ മിക്കവാറും എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നത്. പള്ളിയും കുടുംബവും അത് തമ്മിലുള്ള ബന്ധം, കുടുംബം സഭയുടെ ഏറ്റവും ചെറിയ പതിപ്പ്. ആ സഭയുടെ ഒരു സാന്നിധ്യമാണ്, ഔദ്യോഗികമായ സാന്നിധ്യമാണ് ഇടവക കൂട്ടായ്മ എന്ന് പറയുന്നത്. അങ്ങനെ ഇടവക സമൂഹ കൂട്ടായ്മയും ഇടവയിലെ പ്രവർത്തനങ്ങളും ആരാധനാകർമ്മങ്ങളും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് കഴിയുന്ന ഒരു കുടുംബം, ക്രിസ്തീയ കുടുംബം തീർച്ചയായിട്ടും മതപരമായി ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അങ്ങനെ ജീവിച്ച് കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും അവർ കർത്താവ് വാഗ്ദാനം ചെയ്ത നിത്യസമ്മാനത്തിന് അർഹത നേടി പോവുകയാണ്. ആ രീതിയിലാണ് നമുക്കതേപ്പറ്റി ഓർക്കാൻ സാധിക്കുക. അങ്ങനെ ഈ ഇടവകയെ സ്നേഹിക്കുകയും ദേവാലയത്തെ സ്നേഹിക്കുകയും ഈ ദേവാലയത്തിലെ തിരുക്രമങ്ങൾ പ്രത്യേകിച്ച് ബസ്തുർബാനയിൽ നിന്ന് ശക്തി ആർജിച്ച് അനുദിന ജീവിതം നയിക്കുകയും മക്കളെ വളർത്തുകയും ഒക്കെ ചെയ്ത നല്ല ഒരു കുടുംബനാഥൻ, നല്ലൊരു പിതാവ്, നല്ലൊരു ഭർത്താവ് എന്ന രീതിയിലൊക്കെ നമുക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കും. ഈ അവസരത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും നല്ല മാതാപിതാക്കളെ ലഭിക്കുക മക്കൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. അതുപോലെ നല്ല മക്കളെ ലഭിക്കുക മാതാക്കൾക്കും വലിയൊരു സന്തോഷത്തിൻ്റെ കാരണമാണ്. അത് നല്ലൊരു ക്രിസ്തീയ കുടുംബത്തിൻ്റെ അനുഭവം അതുതന്നെയാണ്. അങ്ങനെ നമ്മൾ കുർബാന നമ്മുടെ മരിച്ചവർക്ക് വേണ്ടിയുള്ള കർമ്മത്തിൽ ഉപയോഗിച്ചും മറ്റും പ്രാർത്ഥിക്കുന്നുണ്ട്. മരണമടഞ്ഞ ഈ സഹോദരനെ അല്ലെങ്കിൽ സഹോദരിയെ വിശുദ്ധരുടെ സമൂഹത്തിൽ ചേർക്കണമേ, വിശുദ്ധരുടെ കൂട്ടായ്മയിൽ ചേർക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മുടെ സഭയുടെ പ്രാർത്ഥന എപ്പോഴും അതാണ്. നമ്മളെല്ലാവരും മരിച്ച് വിശുദ്ധരുടെ കൂട്ടായ്മയിൽ പങ്കുചേരണം. വിശുദ്ധരായി തീരാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. സഭ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് മരിച്ചുപോയ നമ്മുടെ ആൾക്കാരെ ആ വിശുദ്ധരുടെ കൂട്ടായ്മയിലാകാൻ വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. അതാണല്ലോ നമ്മുടെ ജീവിത ലക്ഷ്യം. നമ്മുടെ ഈ വന്യ സഹോദരനും ആ വിശുദ്ധരുടെ കൂട്ടായ്മയിൽ എന്നും നിത്യകാലം ദൈവത്തെ സ്തുതിക്കുവാനും ആ സ്വർഗീയ സുഖം അനുഭവിക്കാനും ഇടവരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കുടുംബാംഗങ്ങളായാലും മറ്റ് ബന്ധുമിത്രാദികളാരായാലും അവർക്ക് മരിച്ചവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ല കാര്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് കുർബാനയിലും ഒക്കെ സംബന്ധിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ സൽപ്രവർത്തികൾ ചെയ്യുക. മരിച്ചവരെ ഓർത്ത് മരിച്ചവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി അവരെ ഓർത്ത് സൽപ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജീവിച്ചിരിക്കുന്നവർ മറ്റുള്ളവർ അങ്ങനെയുള്ള സൽപ്രവൃത്തികളിലൂടെയാണ് മരിച്ചുപോയവർക്ക് നമുക്ക് ആശ്വാസം പകരാൻ സാധിക്കുക. ആ രീതിയിൽ ഈ കുടുംബവും തീർച്ചയായിട്ടും മരിച്ചു പോയ നമ്മുടെ ഈ പിതാവിനെ ഓർക്കുകയും നല്ല സൽകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ആ നിത്യ ജീവിതം ഉറപ്പാക്കുവാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ രീതിയിൽ നമുക്ക് പ്രത്യാശയോടും കൂടെ പ്രാർത്ഥനയിൽ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തെ അനുസ്മരിക്കാം. ഈ കുടുംബത്തെയും പ്രത്യേകിച്ച് ബിജുവച്ചനെ നോർത്തേൺ അയർലൻഡിൽ സേവനം ചെയ്യുന്നയാളാണ്. കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹം അവിടെയും സഭാകാര്യങ്ങളിൽ വളരെയധികം താല്പര്യത്തോടെ പങ്കുചേരുകയും സാജുബാല ശുശ്രൂഷയിൽ വളരെ നല്ല ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുന്ന ആളാണ്. അങ്ങനെ അവിടെയും സഭാ വിളി, പൗരോഹിത്യത്തിലേക്കുള്ള വിളി തൻ്റേതായ രീതിയിൽ തന്നെ തിരിച്ചറിഞ്ഞ് അത് അവിടെ അന്വർത്ഥമാക്കുന്ന ഒരു നല്ല വൈദികനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ
അദ്ദേഹത്തിന് ഈ മാതാപിതാക്കളോടുള്ള കുടുംബത്തോടുള്ള ആ സ്നേഹവും അതുപോലെ തന്നെ അദ്ദേഹം നൽകുന്ന നല്ല ജീവിത സാക്ഷ്യമൊക്കെ ഈ കുടുംബത്തിലും തീർച്ചയായിട്ടും അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവവിളികൾ പൗരോഹിത്യത്തിലേക്കും സന്യാസ ജീവിതത്തിലേക്കും ഒക്കെ നല്ല ദൈവവിളികൾ കൂടുതലായിട്ടുണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിൽ നിന്നും പല കുടുംബങ്ങളായിട്ട് ജീവിക്കുന്ന ആയിരിക്കുമല്ലോ. അപ്പോൾ ആ കുടുംബങ്ങളിൽ നിന്ന് ഒക്കെ നല്ല ദൈവവിളികൾ ഉണ്ടാകുവാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ദൈവവിളിയുടെ ആവശ്യമുണ്ട്. ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് നല്ല വൈദികരെയും നല്ല സമർപ്പിതരെയും ഒക്കെ നമുക്ക് ആവശ്യമാണ്. കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യാനായിട്ട് കർത്താവ് ഓരോരുത്തരെ വിളിക്കുന്നു, ആഗ്രഹിക്കുന്നു, അന്വേഷിക്കുന്നു. അതുകൊണ്ട് ആ വിളി കേൾക്കുവാനും അതിനെ പ്രത്യുത്തരം നൽകുവാനുമുള്ള സന്നദ്ധതയുള്ള നല്ല മക്കൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടിയും പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ചായൻ്റെ 1-ാം ചരമ വാർഷികത്തിലെ പ്രാർത്ഥന കൊണ്ടും സാന്നിധ്യം കൊണ്ടും ഈ ദേവാലയത്തിൽ ഒന്നുചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കട്ടെ. തൻ്റെ ഔദ്യോഗിക ശുശ്രൂഷയിൽ നിന്ന് വിരമിച്ചിട്ടും അതിരൂപതയുടെ എല്ലാ ശുശ്രൂഷകളിലും സംരംഭ്യനായി സഹായിക്കുന്ന അഭിവന്യ ജോസഫ് പെരുന്തോട്ടത്തിൽ പിതാവിൻ്റെ സാന്നിധ്യം പ്രത്യേകിച്ച് ഞങ്ങൾക്ക് കുടുംബാംഗങ്ങൾക്ക് ആശ്വാസമാണ്. അച്ഛൻ്റെയും അമ്മയുടെയും ഏറ്റവും നല്ല സന്തോഷമുള്ള നിമിഷങ്ങളായ വിവാഹത്തിൻ്റെ സുവർണ ജൂബിലി ദിനത്തിലും അതുപോലെ 60-ാം വിവാഹ വാർഷികത്തിലും അഭിവന്യ പിതാവ് വരികയും പ്രാർത്ഥിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്തത് വലിയൊരു ഭാഗ്യമായി ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാവരും ഓർക്കുന്നു. പിതാവിനടുത്ത സ്നേഹത്തോടെ നമ്മെ എല്ലാവരെയും കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അഭിവന്യ പിതാവിന് നമുക്ക് ഒന്നു ചേർന്ന് അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കാം. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന എല്ലാ സഹോദര വൈദികരെയും നന്ദിയോടുകൂടെ ഓർക്കുന്നു. പലരും ശനിയാഴ്ചത്തെ തിരക്കുകൾക്കിടയിൽ വന്ന് എത്താൻ സാധിച്ചില്ല എങ്കിലും പ്രാർത്ഥനയിലൂടെയുള്ള അവരുടെ ആ വലിയ സാന്നിധ്യവും ബലവും ഉണ്ടായിരുന്നു. എല്ലാവർക്കും സ്നേഹപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്, പ്രത്യേകിച്ച് മുൻ പ്രൊവിൻഷ്യൽ CMC പ്രൊവിൻഷ്യൽ സുപ്പീരിയറായിരുന്ന ഡോക്ടർ ആനി പ്രസന്ന സിസ്റ്ററിനും അതുപോലെ സിസ്റ്റർ ജാസ്മിൻ, പ്രത്യേകിച്ച് ഇന്നത്തെ സുറിയാനി പാട്ടുകളൊക്കെ പാടുന്നതിന് പുസ്തകങ്ങളൊക്കെ തന്ന് സഹായിച്ച അമ്മയ്ക്കും, അതുപോലെ FCC ക്ലാരസഭയെ പ്രതിനിധീകരിച്ച് ഇവിടെ ആയിരിക്കുന്ന സിസ്റ്റർ ബ്രീജിയുടെ പ്രൊവിൻഷ്യലായ ബ്രീജിയുടെ പേരിൽ ഇവിടെ ആയിരിക്കുന്ന മറ്റെല്ലാ സിസ്റ്റേഴ്സിനും മറ്റും പ്രത്യേകമായി തെക്കേക്കര നമ്മുടെ കോൺവെൻറ്റിലെ മദറിനും മറ്റെല്ലാ സിസ്റ്റേഴ്സിനും പ്രത്യേകം നന്ദി പറയുന്നു. നേരത്തെ തന്നെ നമ്മുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് കൃത്യമായി എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിച്ചൻ ജോഷിയച്ചന് പ്രത്യേകം കുടുംബാംഗങ്ങളുടെ പേരിൽ നന്ദി അറിയിക്കട്ടെ. ദേവാലയ ശുശ്രൂഷി സോണിക്കും എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്ന സോണിക്കും മറ്റെല്ലാ സഹായികൾക്കും, അരമനയിലെ ബ്രദർ റീജൻ്റായി ശുശ്രൂഷ ചെയ്യുന്ന ജെഫിൻ ബ്രദറിനും സുറിയാനിയും മറ്റ് ഗാനങ്ങളുമൊക്കെ ആലപിച്ച് ഈ കുർബാനയെ ആത്മീയ അനുഭവമാക്കാൻ സഹായിച്ച അവർക്കെല്ലാവർക്കും, അതുപോലെ ജോജിക്കും ഗായക സംഘത്തിനും പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുന്നു. ചായനെക്കുറിച്ച് ഓർക്കുമ്പോൾ പ്രധാനമായി 3 കാര്യങ്ങൾ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു. അതിന് പ്രകാരം സ്നേഹസ്മരണയ്ക്ക് 1-ാം വാർഷികം ഒരു മെമ്മോറിയൽ കാർഡ് അടിച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട് ചായൻ്റെ ജീവിതത്തെ ആധാരമാക്കിയുള്ള ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ് എന്നുള്ള വചനഭാഗം ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചായൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രാർത്ഥനയായ സമാധാന പ്രാർത്ഥന അതും ഇതിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. ഫ്രാൻസിസ് അസീസിയുടേത്.
അതുപോലെ തന്നെ എപ്പോഴും കൊന്ത കൈകളിലേന്തി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന അച്ചായൻ്റെ ഓർമ്മയായിട്ട് നമ്മൾ ഇതിനുശേഷം ഒപ്പീസ് പ്രാർത്ഥനയും അതിനെ തുടർന്ന് ഹോളിൽ മന്ത്ര കർമ്മവും ഉണ്ടായിരിക്കും. അവിടെ വെച്ച് പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ പടവും മെമ്മോറിയൽ കാർഡും അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു കൊന്തയും എടുക്കാവുന്നതാണ്. പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈശോ മിശിഹായിരിക്കട്ടെ. നമ്മളിപ്പോൾ സെമിത്തേരിയിലേക്ക് പോവുകയാണ്. ഒപ്പീസ് പ്രാർത്ഥന, അതിനെ തുടർന്ന് മന്ത്ര, അതിനുശേഷം സ്നേഹവിരുന്നിലും എല്ലാവരും സംബന്ധിക്കണമെന്നും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കും.